ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇവിടെ സുഖമാണ്. ഇന്ന് ഭയങ്കര മഴയൊക്കെയുള്ളൊരു ദിവസമായതുകൊണ്ട് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഒരു ലേസി ഫീൽനെസ് ഉണ്ടല്ലോ, അത് നന്നായിട്ടുണ്ട്. അപ്പോൾ വലിയ ഉണർവൊന്നുമില്ലായിരുന്നു. പോരാത്തതിന് നല്ലോണം വർക്കും ഉണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ്. ആക്ച്വലി 3:30 കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് ടൈമൊന്നുമില്ല. അതുകൊണ്ട് സിമ്പിളായിട്ട് ഞാൻ എന്നത്തെയും പോലെ നൂഡിൽസ് പാക്കറ്റ് പൊട്ടിച്ച് ജസ്റ്റ് നൂഡിൽസ് ഉണ്ടാക്കും. പിന്നെ ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെ നൂഡിൽസാണ് കേട്ടോ, നോംഷിൻ എന്ന് പറയും. പിന്നെ എൻ്റെ ഫേവറേറ്റ് കോഴിമുട്ട പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വരഞ്ഞ് ചെറുതായിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ചെറിയുള്ളി ഇട്ട് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു കയ്യിൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഈ മുട്ട ഇടുക. ജസ്റ്റ് ഒന്ന് പാൻ ഫ്രൈ പോലെ ചെയ്യുക. ഇത് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ തൃശ്ശൂരിൽ വെച്ചിട്ടാണ് ഇത് ഫസ്റ്റ് കഴിച്ചിട്ടുള്ളത്. എൻ്റെ ഡാഡിയും മമ്മിയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിച്ചതായിട്ടൊരു ഓർമ്മ. ഇന്ന് ഒരുപാട് കുക്കിംഗ് ഒന്നും കാണിച്ച് ഉറപ്പിക്കാൻ വന്നതല്ല. നമ്മുടെ സ്റ്റോറിയിലോട്ട് വരാം. എൻ്റെ ഓർമ്മയിൽ ഞാൻ തൃശ്ശൂരിൽ അസിൻസിൻ്റെ കൂടെ, എൻ്റെ അക്കച്ചി, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അക്കച്ചീൻ്റെ കൂടെ സാലിയുടെ കൂടെ ഒക്കെ കളിച്ച് നന്നായിട്ട് അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു ടൈമാണ്. എൻ്റെ ഡാഡി ഗൾഫിലായിരുന്നു. എന്ത് ജോലിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഗൾഫിലൊരു ഗവൺമെൻറ് ജോലിയായിരുന്നു. നല്ല വരുമാനമൊക്കെ ഉള്ള ഒരു ജോലിയാണ്. പുള്ളിക്കാരൻ വെക്കേഷനൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ ഫുൾ ടൈം ബുള്ളറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുമായിരുന്നു. മമ്മി ഉണ്ടാകും കൂടെ. അങ്ങനെ ഒരു രസമായിരുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിക്ക് ഇങ്ങനെ കുറച്ച് മെൻ്റലി ഒരു ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയാണ്. അവളും എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. റുഖയ്യ എന്ന് വിളിക്കും അവളെ. എൻ്റെ ഫ്രണ്ടാണ്. ഇപ്പോൾ അവളെവിടെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മമ്മി പറഞ്ഞായിരുന്നു നമുക്ക് കിട്ടിയൊരു ഇൻഫോർമേഷനാണ് അവർ വീടൊക്കെ മാറിപ്പോയെന്ന്. സോ അറിയില്ല അവളിപ്പോൾ എവിടെയാണെന്ന്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് അസീനയായിട്ട് വലിയ കമ്പനി ഇല്ലാതായി. കൂടുതൽ എനിക്ക് സ്നിജയുമായിട്ട് അറ്റാച്ച്ഡായി. സ്നിജയുടെ വീട്ടിൽ പോവും, ഒരുപാട് കളിയൊക്കെ ആയിട്ട്. സ്നിജ എൻ്റെ ഒരു ടൈപ്പാണ്. ഭയങ്കര എന്താ പറയുക, ചില്ലായിട്ടുള്ള ഒരാളാണ്. സോ അവളും എൻ്റെ വീട്ടിലേക്ക് വരും. അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ടൈമായിരുന്നു. പിന്നെ ചിമ്മിനി ഡാമിൽ പോവും, നല്ല രസമായിരുന്നു. എൻ്റെ ഡാഡി ആണെങ്കിൽ ചിമ്മിനി ഡാമിലെ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോയിട്ട് ഓരോന്നിനൊക്കെ വേട്ടയാടി പിടിച്ചുകൊണ്ട് വരും. ഫ്രണ്ട്സുകളുടെ കൂടെയൊക്കെ പോയിട്ട് ഒരു പ്രാവശ്യം വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നു ഉടുമ്പ്. എന്നിട്ട് ഈ ഉടുമ്പിന് ടി വി സ്റ്റാൻഡിൻ്റെ കാലുമിങ്ങനെ കെട്ടിയിട്ടേക്കുമായിരുന്നു. അതിൻ്റെ വായ അങ്ങനെ മൂടി കെട്ടിയിട്ട് ജീവനോട്. എന്നിട്ട് അതിനെ ഞാൻ കുറേ ഞോണ്ടാനൊക്കെ നോക്കിയായിരുന്നു. മമ്മി എന്നെ ഓടിച്ചു വിട്ടു. നല്ല രസമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഡാഡി ഞാൻ പറഞ്ഞില്ലേ പല ബിസിനസ്സുകളും ശ്രമിച്ചായിരുന്നു. അതൊക്കെ പൊളിഞ്ഞ് പാളിസായി. എന്നിട്ട് അത് കടമായി മാറും. പിന്നെ ആ കടക്കാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ കടം വാങ്ങിക്കും, പിന്നെ വേറെ കടം. അങ്ങനെ കടം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഡാഡിക്ക്. എത്ര സാലറി വരുമാനം കിട്ടുന്നുണ്ടെങ്കിലും അതൊക്കെ മുഴുവൻ പൊളിറ്റിക്സ് എന്നും പറഞ്ഞിട്ട് ഡാഡി നാട്ടുകാർക്ക് വേണ്ടി ചിലവാക്കലായിരുന്നു പണി. അവിടെ തൃശ്ശൂർ പൗണ്ടിൻ്റെ അവിടെ ബസ് സ്റ്റാൻഡ് വന്നായിരുന്നു. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം ഒക്കെ കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഡാഡിയും പിന്നെ ഡാഡിയുടെ ആൾക്കാരൊക്കെ ആയിരുന്നു. അവിടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. നമ്മുടെ കോൺഗ്രസിൻ്റെ ഓഫീസാണോ അത് BJPൻ്റെ ഓഫീസാണോ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ BJPൻ്റെ താമരയും ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ കൈപ്പത്തിയുടെ അടയാളമൊക്കെ ഉണ്ടായിരുന്നു. നല്ല റൗണ്ടിൽ ഗ്ലാസിൻ്റെ സാധനങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ച് നല്ല ഡിസൈനിൽ ഒരു ചെറിയൊരു ഓഫീസ് പറഞ്ഞാൽ ഒരു ഹാള്. അവിടെ എപ്പോഴും ഡാഡിയും പിന്നെ അപ്പച്ചനും ഉണ്ടാവും. അപ്പച്ചൻ ഞാൻ വിളിക്കുന്ന അപ്പച്ചൻ എന്നാണ്. പുള്ളിയുടെ പേര് പൈലൻ എന്നാണ്. അതാണ് ഒരു മെയിൻ എൻട്രി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ ഒരു എൻട്രിയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ് കഥ തുടങ്ങുന്നത്. അപ്പോൾ ഡാഡി അപ്പച്ചനും കൂടെ നല്ല കമ്പനി. അപ്പച്ചൻ നല്ല പ്രായമുണ്ട് കേട്ടോ. എന്നിട്ട് ബസ് സ്റ്റാൻഡും ഉദ്ഘാടനത്തിലൊക്കെ ഞാൻ
മന്ത്രിക്ക് മാലയൊക്കെ ഇട്ടുള്ളത് ഞാനാട്ടോ. പിന്നെ മന്ത്രിയുടെ ഊണും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലായിരുന്നു. ഞങ്ങളുടെ റൈറ്റ് സൈഡിൽ വീട്ടിൽ ഒരു ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അവരെ വിളിച്ചിരുന്നത് പണ്ടാരത്തി എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു വിളിച്ചിരുന്നത്. പണ്ടാരത്തി, അതെന്തോന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് വിളിച്ചിരുന്നത്. അത് എൻ്റെ ഓർമ്മയിൽ അത്രേ ഓർമ്മയുള്ളൂ. പിന്നെ അതെ, അങ്ങനെ ഒരു അടിച്ചുപൊളി ജീവിതമായിരുന്നു. എന്നാൽ ഡാഡി ഉണ്ടാക്കുന്ന കുറേ നാശനഷ്ടങ്ങളുടെ ജീവിതം കൂടെ ആയിരുന്നു. ഡാഡി ഓരോ കടം വാങ്ങിച്ച് കഴിയുമ്പോൾ കടക്കാർ വരുമ്പോൾ ഡാഡി വീടിനകത്ത് ഒളിച്ചിരിക്കും. എന്നിട്ട് മമ്മിയോട് ഡോറോ തുറന്നിട്ട് ഗ്രില്ലിനുള്ളിൽ കൂടെ പറയും ഇല്ലെന്ന് പറയും. അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി പാലക്കാട് പോയി അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. ഇപ്പം ഏകദേശമൊക്കെ ഒരു പിടി കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഡാഡി അവിടെ സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പച്ചൻ ജീവിതത്തിലോട്ട് എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ ഒരു സ്റ്റോറി മാറുന്നത്. സോ അപ്പച്ചൻ എൻ്റർ ചെയ്തതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, സോ എഗ്ഗും പിന്നെ നൂഡിൽസുമാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. പുറത്ത് നല്ല മഴയാണ്, നല്ല പ്രകൃതിയായിട്ട് പെയ്യുന്നു. അപ്പുറത്ത് അവിടെയൊക്കെ കുറേ പുതിയ പുതിയ ബിൽഡിംഗ് ഒക്കെ വരും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഡെവലപ്പായി വരുന്നുള്ളൂ. സോ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ പാവങ്ങളുടെ ഒരു വീടൊക്കെ ആയിരുന്നു, കണ്ടില്ലേ? അതൊക്കെ ഇടിച്ച് പൊളിച്ച് അവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. സോ മഴയൊക്കെ ആസ്വദിച്ച് ഞാൻ ലഞ്ച് കഴിക്കട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ.